കേരളത്തിന്റെ മുക്കിലും മൂലയിലും വാട്സാപ്പ് ഉപഭോക്താക്കളുണ്ട്. വാട്സാപ്പിന്റെ ഉപയോഗം കാര്യക്ഷമമാക്കി കൂടുതൽ ഫയലുകൾ കൈമാറാൻ സഹായിക്കുന്ന പുതിയ ആപ്ലിക്കേഷനാണ് വാട്സ് ടൂൾസ്. തൃശ്ശൂരിലെ 4 യുവാക്കളാണ് ഈ ആപ്ലിക്കേഷനു പിന്നിൽ. വാട്സ് ടൂൾസിന്റെ വിശേഷങ്ങൾ. ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഇന്ത്യയിൽ വലിയ പ്രചാരമാണ് ലഭിച്ചത്. ഒപ്പം കൂടുതൽ സാങ്കേതിക തികവോടുകൂടിയ ആപ്ലിക്കേഷനുകൾക്കും പ്രിയമേറി. അത്തരത്തിൽ പ്രചാരം ലഭിച്ച ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് വാട്സാപ്പ്. വാട്സാപ്പ് ഉപഭോക്താക്കൾക്കായി വാട്സ് ടൂൾസ് എന്ന ആപ്ലിക്കേഷനുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തൃശ്ശൂരിലെ 4 യുവാക്കൾ. പഠിച്ചിറങ്ങിയതിന് ശേഷം മറ്റൊരു ജോലി സ്ഥാപനത്തിലേക്ക് പോകാതെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ കുറച്ചാൾ ഒരു ചർച്ച നടത്തുകയും പിന്നെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാലും ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആപ്പായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ വാട്സ് ടൂൾസ് എന്ന ഒരു ആശയത്തിൻ്റെ ഒരു ജന്മം ഉണ്ടാവുന്നത്. 800 മില്യൺസോളം യൂസേഴ്സുള്ള വാട്സാപ്പിന് കുറച്ച് ന്യൂനതകളുണ്ട്. ഉദാഹരണത്തിന് 16 MB ഫയൽസ് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫയൽസ് അയക്കുകയാണെങ്കിൽ തന്നെ അത് കംപ്രസ് ആയിട്ടാണ് പോകും. ഇമേജ് അയച്ചാലും വീഡിയോ അയച്ചാലും അത് കംപ്രസ് ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി അതിൻ്റെ യൂസർക്ക് അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ റിസീവർക്ക് അത് ലഭിക്കില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ മറ്റ് ഫയലുകളായ PDF, SIP, RAR അത്തരം ഫയലുകൾ നമുക്ക് ഇതിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ വാട്സാപ്പിൻ്റെ ഒരു ന്യൂനതകളായിട്ട് നമുക്ക് എടുത്തു പറയാം. സോ എന്തുകൊണ്ട് നമുക്കപ്പോൾ ഇതിനെ വാട്സാപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ആപ്പ് ഉണ്ടാക്കിക്കൂടാ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെയാണ് വാട്സ് ടൂൾസ് എന്നുള്ള ഒരു ആപ്പ് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ സാധാരണ നേരിടുന്ന പരിമിതികൾ പരിഹരിക്കാൻ സാധ്യമായ ഒരു ആപ്ലിക്കേഷനാണ് വാട്സ് ടൂൾസ്. നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ മാത്രമാണ് ഇതിൻ്റെ ഇറങ്ങിയിട്ടുള്ളത്. അവിടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വാട്സ് ടൂൾസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് വാട്സ് ടൂൾസ് ആണ്. അത് വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ വാട്സപ്പാണ് ഏറ്റവും ഫസ്റ്റ് വരിക. പിന്നെ പല ആപ്ലിക്കേഷന് ശേഷമാണ് ഞങ്ങളുടെ വാട്സ് ടൂൾസ് വരാറുള്ളൂ. ബട്ട് ഇപ്പോൾ നമ്മുടെ വാട്സ് ടൂൾസ് ആണ് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ 4 ബിഗ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ്. നമ്മുടെ ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഡിവൈസിലെ ഡൗൺലോഡ്സ് ഇപ്പോൾ 40,000 നമ്മൾ കടന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യങ്ങൾക്കും പ്രോജക്റ്റ് തയ്യാറാക്കി അയക്കുന്നതിനും ഈ ആപ്ലിക്കേഷനിലൂടെ സാധ്യമാകും. ഇപ്പോഴത്തെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം. അതായത് PDF അയക്കുക, ഇ-ബുക്സ് അയക്കുക, ഡോക്യുമെൻറ്റ്സ് അയക്കുക, SIP ഫയൽസ് അയക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ. ആപ്സും അയക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം ആലോചിച്ച് നോക്കാം. സ്റ്റുഡൻസിന് എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട്, ടീച്ചേഴ്സിന് വാട്സപ്പ് ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിന് അവരുടെ വല്ല ഡോക്യുമെൻറ്റ്സോ എന്തെങ്കിലും പ്രൊജക്റ്റ് അസൈൻമെൻറ്റ്സോ ടോപ്പിക്സോ എന്തെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കൂടെ വാട്സ് ടൂൾസ് വഴി അയച്ചു കൊടുക്കാം. വലിയൊരു ഉപകാരമുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ഓഫീസ് കാര്യങ്ങളിലായാലും ശരി, നമ്മളിപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങൾ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ വാട്സപ്പിൽ കൂടെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തമ്മിൽ കൊട്ടേഷൻസോ അങ്ങനെ എന്തെങ്കിലോ പ്രൊജക്ട്സോ എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്സോ എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ ഇതിലൂടെ സിമ്പിളായിട്ട് അയക്കാൻ പറ്റുന്നതാണ്. ആൻഡ്രോയിഡ് ഫോണിന്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് വാട്സ് ടൂൾസ് ഡൗൺലോഡ് ചെയ്യാം. മൊബൈൽ ഫോണുകളിൽ ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്യാനും പരിമിതിയുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് വഴി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു ഫയൽ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഗൂഗിൾ ഡ്രൈവിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം ഫോണിൽ. അത് കഴിഞ്ഞ് അതിൽ ഫയൽ, ഒരു എക്സാമ്പിൾ ഒരു 100 MB വീഡിയോ ആണെന്ന് വിചാരിക്കുക, ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ആണെന്ന് വിചാരിക്കുക. അതാണെങ്കിൽ ഒരു 100 MB ഫയൽ ഏകദേശം ഉണ്ടാവും. നല്ല ക്യാമറകളാണ്, 100 MB ഉണ്ടാവും. അപ്പോൾ ഈ 100 MB ഫയൽ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ അപ്ലോഡിങ് തീരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്ലോഡിങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഗെറ്റ് ഷെയറബിൾ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പുതിയ ലിങ്ക് ഉണ്ടാക്കി എന്നിട്ട് വാട്സാപ്പിൽ കൂടെ ഷെയർ ചെയ്യണം. അത് 4-5 സ്റ്റെപ്പുകളാണ്. ആൻഡ് മോർ ഓവർ യു നീഡ് ടു ഹാവ് ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഇൻ യുവർ ഫോൺ. അതൊരു ലോങ് പ്രോസസ്സാണ്. വാട്സ് ടൂൾസ് ആ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാണ്. ആ പ്രോസസ്സ് നിങ്ങൾക്ക് ജസ്റ്റ് വാട്സാപ്പിൻ്റെ ഉള്ളിൽ അറ്റാച്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് വീഡിയോ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചാൽ മതി. ഓട്ടോമാറ്റിക് ലിങ്ക് ഉണ്ടായി സെൻഡ് ആയിക്കോളും. അപ്ലോഡിങ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോളും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെരി കൺവീനിയൻ്റ് ആണ്. സമയം കളയേണ്ട, കുറേ സ്റ്റെപ്പിൽ പ്രോസസ്സ് ചെയ്യേണ്ട, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലെ കൂട്ടായ്മകൾക്കായി ഫ്രീ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുകയാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം. ഇതുവഴി പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അവശ്യ സന്ദർഭങ്ങളിൽ അടിയന്തര സഹായം, ചരക്ക് ഗതാഗതം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയ്ക്കാവശ്യമായ വിവരങ്ങളും സഹായങ്ങളും ലഭ്യമാക്കാനാകും എന്നാണ് ഇവർ പറയുന്നത്.
മൈ ഹോം ടൗൺ വൈക്കി എന്ന പേരിലാകും ആപ്ലിക്കേഷൻ തയ്യാറാകുക.